Good morning, Hisham sir. Good morning, all. Good morning. Good morning. Hello, good morning. I am Shivdas from JCA Namara. Good morning, Shida sir. Good morning. Good morning, all dear friends. Good morning. Morning. Good morning. Good morning, Jabir ka. Yes, good morning. എന്താ ലിങ്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുറെ നേരം ശ്രമിച്ചിട്ട് അടിച്ചിട്ട് കിട്ടണേ എന്താ സന്തോഷ് ഭായ് ലിങ്കിന് കുഴപ്പമില്ല. ലിങ്ക് 7 ഓണായത് 6:55 ഓണാക്കണത് 7 ഓണാക്കി. ഓ ശരി ഞാൻ 6:55 ശ്രമിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അത് 7 ആവണമെന്ന് അറിഞ്ഞില്ല. ഞാൻ മറ്റേ സ്നൂസിങ് ഇത് കേട്ടില്ല. ഞാനത് അവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓണാക്കി വെക്കലുണ്ട്. ഞാൻ വിചാരിച്ച 6:55 7 മണി 6:58 വരെ നോക്കി. 6:56 ഞാനും നോക്കി. അപ്പൊ പിന്നെ നിങ്ങള് പ്ലീസ് ജോയിൻ എന്നൊരു മെസ്സേജ് ഇട്ടില്ലേ. കാരണം നിന്നെ പോലെ കുറെ ശ്രമിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ഞാൻ പാസ്വേഡ് അടിച്ചാൽ തരുതേ. ശരി. 7:02 ലിങ്ക് ഓപ്പൺ എന്ന് പറഞ്ഞായി പ്ലീസ്. അതുകൊണ്ടാവും ചിലപ്പോ. പ്ലീസ് ജോയിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ കിട്ടുകയാണെങ്കിലേ. മാഷ് കേറിയിട്ടില്ലേ? സുബേർ സാറേ നമസ്കാരം. സ്റ്റാർട്ട് ചെയ്തോളൂ. സുബേർ സാർ സന്തോഷി നമസ്കാരം. ഗുഡ് മോർണിംഗ്. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. Okay. The meeting in connection with the 7 a.m. morning drive of Zone 28 is hereby called to order. Welcome address JC Raga. Thank you, Chairman, for the privilege. Zone 28-ന്റെ ഡെയിലി മോർണിംഗ് ഓൺലൈൻ സെഷനായ മോർണിംഗ് ഡ്രൈവിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട ട്രെയിനർ JFD സുബൈർ പി മുഹമ്മദ് സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സോൺ പ്രസിഡന്റ് JCI PPP ചിത്ര മാഡത്തെയും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. JFM ഹിഷാം സാർ, സോൺ ഡയറക്ടർ ട്രെയിനിങ് സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെയർമാൻ, ഈ പരിപാടിയുടെ ചെയർമാനായ JFM ജാബിർ മുഹമ്മദ് സാറിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് താങ്ക് യു സർ. Chairman, your attitude determines your direction. Start with the day a positive mindset. നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ ദിശ നിർണ്ണയിക്കുന്നത്. ഒരു നല്ല മനസ്സോടെ നല്ല ചിന്താഗതിയോടെ ദിവസം ആരംഭിക്കുക. ഇന്നത്തെ നമ്മുടെ ഫാക്കൽറ്റി JFT സുബൈർ സർ, സോൺ ഡയറക്ടർ ട്രെയിനിങ് ഹിഷാം സർ, എൻ്റെ എല്ലാ JC സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളെ ട്രെയിനിങ് 24ാമത്തെ ദിവസത്തേക്ക് കടക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ പുതിയ അറിവുകൾ സമ്പാദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഇന്നും അതുപോലെ തന്നെ 2023 മികച്ച പോളിടെക്നിക് അധ്യാപകനുള്ള പുരസ്കാര ജേതാവായ സുബൈർ സാറാണ് ഇന്ന് നമുക്ക് ട്രെയിനിങ് ചെയ്യുന്നത്. ബിസിനസ് ട്രെയിനിങ്ങുകളും അതുപോലത്തെ EPS പോലുള്ള എല്ലാവിധ ട്രെയിനിങ്ങുകളും ഏറ്റവും കൂടുതലായിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനർ കൂടിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. വളരെ അഭിമാനകരമായ മനോഹരമായ നല്ലൊരു ട്രെയിനിങ് സെഷൻ തന്നെ ഇന്ന് നമുക്ക്
പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ ട്രെയിനിങ് നടത്തുവാൻ വേണ്ടി ഇന്നത്തെ ഫാക്കൽറ്റി JFT സുബൈർ സാറെ വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. ഫ്ലോർ ഹാൻഡ് ഓവർ ടു ഫാക്കൽറ്റി. Thank you, Chairman. Thank you very much for giving me this wonderful opportunity. Thank you all. സമയം കുറച്ച് വൈകിയതുകൊണ്ട് കൂടുതൽ ഫോർമാലിറ്റിയിലേക്ക് കടക്കുന്നില്ല. സന്തോഷം, സ്നേഹം. ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. ഇന്നത്തെ ഈ ഒരു ചെറിയ സെഷനിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനെ കുറിച്ചാണ്. ബന്ധങ്ങളെ കുറിച്ച്, എങ്ങനെ നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നതിനെ കുറിച്ച്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഇന്ററാക്ടിങ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ഈ പിക്ചറിൽ കാണുന്നത് ആരാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. പറയാവോ ആർക്കെങ്കിലും? മഹാത്മാഗാന്ധി. വെരി ഗുഡ്. മഹാത്മാഗാന്ധി അല്ലേ? നമ്മുടെ ഇന്ന് കാണുന്ന എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നോ അതിനൊക്കെ കാരണക്കാരനായ ഒരു മഹാത്മാവ്. അദ്ദേഹവുമായിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഏറെ കണക്ട് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഞാൻ മഹാത്മാഗാന്ധിയെ, അദ്ദേഹത്തെ വെച്ച് തുടങ്ങാം എന്ന് ആലോചിച്ചത്. See you tomorrow. നമുക്ക് നാളെ കാണാം. See you tomorrow എന്ന് പറയുമ്പോൾ നമ്മൾ പിരിയുന്ന സമയത്ത് പറയുന്ന see you tomorrow അല്ല. Let's go tomorrow. നമുക്ക് നാളെ പോവാം. Come tomorrow. നാളെ വരും, ഇന്ന് എനിക്ക് സമയമില്ല. Call tomorrow. നാളെ വിളിക്കാം. ഈ നാളെ എന്ന് പറയുമ്പോൾ will I be alive tomorrow? ഞാൻ നാളെ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടോ? Will we be alive? നമ്മൾ ജീവിച്ചിരിക്കുമോ? We don't know. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കാണുന്നത് എന്താണെന്ന് അറിയാലോ അല്ലെ? ഒരു പുഴയാണ്. 1000 പാദസരങ്ങൾക്കിലും ആലുവാ പുഴ പിന്നെയും ഒഴുകി. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രസിദ്ധ ഗായകൻ പാടിയ ഈ പാട്ട് പാദസരം കിളിഞ്ഞി അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പുഴ എങ്ങനെ അവസാനം കടലിൽ ചെന്ന് പതിക്കുന്നതിൻ്റെ ഇടക്ക് തനിക്ക് കിട്ടിയതെല്ലാം കൊടുത്തിട്ടാ പോകുന്നത്. ഒരു ബാധിയില്ലാതെ എല്ലാവർക്കും കൊടുത്ത് തനിക്ക് കിട്ടിയ ചെളിയൊക്കെ തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ അടിയിൽ ഒളിപ്പിച്ചുകൊണ്ട് നല്ലത് മാത്രം കൊടുത്ത് ഒഴുകുന്ന ഈ പുഴയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതൊരു കെട്ട് നിർത്തപ്പെട്ട ഒരു അണക്കെട്ടാണ്. എന്താണ് ഈ പുഴയും അണക്കെട്ടും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ കെട്ടി നിർത്തിയ വെള്ളം കുറെ കാലം കഴിയുമ്പോൾ നമ്മളത് തുറന്നു വിടാതിരിക്കുന്ന സമയത്ത് അതിലേക്ക് ഫ്രഷ് വാട്ടർ ഒന്നും വരാത്തൊരവസ്ഥയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ അത് ദുർഗന്ധം വരും അല്ലെ? ഒരു ചെറിയ ഒരു കുളമാണെന്നിരിക്കട്ടെ, നമ്മൾ കെട്ടി നിർത്തിയിട്ട് എന്തും അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ല, നമ്മൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ദുർഗന്ധം വമിക്കും,
ഒന്നിനും പറ്റാണ്ടെയാവും. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് അതിനെക്കുറിച്ചാണ്. ഗിവ് ആൻഡ് ഗ്രോ. കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്തൊക്കെ കൊടുക്കാം നോക്കാം നമുക്ക്. ലൈഫിൽ 3 തരത്തിലുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ടേക്കേഴ്സ്. ഞാൻ പറയാതെ തന്നെ അറിയാം. അവരെടുത്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും കിട്ടുമോ എന്ന് മാത്രമായിരിക്കും അവർക്ക് ചിന്ത. വേറൊന്നിനെ കുറിച്ച് അവർ ചിന്തിക്കില്ല. കൊടുക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുക പോലില്ല. അവർ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. അവരെയാണ് നമ്മൾ ടേക്കേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് മാച്ചേഴ്സ്. അവർ മാച്ച് ചെയ്യും. എനിക്ക് കിട്ടിയാൽ ഞാൻ കൊടുക്കും, കിട്ടിയിട്ടില്ലെങ്കിലോ ഉപാധികളാണ്. അതെന്തോ ആവട്ടെ, എനിക്ക് കിട്ടുന്നുണ്ടോ, ഓക്കെ, ഐ എം റെഡി. ദെൻ ഗിവേഴ്സ്. അവര് കൊടുത്തുകൊണ്ടേയിരിക്കും. ടേക്കേഴ്സ്, മാച്ചേഴ്സ്, ഗിവേഴ്സ്. അപ്പൊ ഈ ഗിവിങ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ളതുണ്ട് അല്ലേ? എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കഥയുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത വീട്ടില്, അദ്ദേഹം ചെറുപ്പമായിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലേക്ക് ഒരു താത്ത വിളിക്കുകയാണ്. വിളിച്ചിട്ട് കുറച്ച് നെയ്യപ്പം കൊടുത്തു. കഴിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ അവൻ താത്ത പറയാണ്, 3 ദിവസം മുമ്പ് ഉണ്ടാക്കിയ, നീ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ കളയാനിരുന്നതാ. ഇത് ഇങ്ങനെയും ഒരു കൊടുപ്പുണ്ട് അല്ലേ? നമുക്ക് ആവശ്യമില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അതല്ല നമ്മൾ സംസാരിക്കുന്ന ഗിവിങ് എന്ന് പറയുന്നത്. വളരെ പ്രഷ്യസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം, അതെന്തോ ആവട്ടെ, അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സന്നദ്ധരാവുക. ഇപ്പൊ ഒരു വീഡിയോ കാണാം. ഇവര് കൊടുക്കുകയാണോ വാങ്ങുകയാണോ? അത് പഞ്ചാബ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പൽമാരുടെ ഒരു കോൺഫറൻസിൽ ഉച്ചഭക്ഷണത്തിന് തിരക്ക് കൂട്ടുന്ന ഒരു വീഡിയോ ആരോ അവരുടെ കൂടെയുള്ള ആൾക്കാരെടുത്തത്. അത് വൈറലായി പോയി. ചില സമയത്ത് നമ്മൾ അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം, നമുക്ക് എന്താണ് കിട്ടാനുള്ളത്, ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും എന്ന് മാത്രമേ നോക്കുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് അവർക്ക് കിട്ടിയോ ഇല്ലേ എന്ന് നമ്മൾ നോക്കൂല. ബി എ ഗിവർ ലൈക്ക് എ റിവർ. അപ്പോ എന്തൊക്കെ കൊടുക്കാം, നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ഏറ്റവും ഒരു പൈസയും ചെലവില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം, ഒരു ചിരിയെങ്കിലും കൊടുക്കാം അല്ലെ? ഒരു ചിരി പോലും ദാനമാണ് എന്ന് പഠിപ്പിച്ച നമ്മുടെ പ്രവാചകന്മാർ. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഇങ്ങനെ പറയാറുണ്ട്, കൊടുത്താൽ തിരിച്ചു ഉടനെ കിട്ടുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ചിരിയും, രണ്ടാമത്തത് അടിയും. അപ്പോ ഇന്ന് മുതൽ മനഃപൂർവ്വം നമുക്കൊന്ന് ചിരിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് സ്നേഹം. ഈ അക്കൗണ്ടിലേക്ക്, നമ്മുടെ അക്കൗണ്ടിലേക്ക് മാത്രമല്ല, നമ്മൾ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് മറ്റുള്ള അക്കൗണ്ടിലേക്ക്, മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കേണ്ട ഒന്നാണ് സ്നേഹം. ഒരിക്കലും കിട്ടിയാൽ മതിയാവാത്ത അത്രയും ആളുകൾ കൊതിച്ചിരിക്കുന്ന സ്നേഹം കൊടുക്കാൻ നമുക്ക് പറ്റണം. മറ്റൊന്ന് മണി. നമുക്കെല്ലാം തികഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ ഒരു പള്ളിയിലെ ഉസ്താദായിരുന്നു. എൻ്റെ കാക്കമാര് അവരും മദ്രസയിലെ ഉസ്താദുമാരൊക്കെ ആയിരുന്നു. പക്ഷെ
അവര് ഞങ്ങളുടെ ചെറുപ്പത്തില് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ കഷ്ടപ്പാടുകൾ മറന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. മറ്റൊന്നാണ് അപ്രീസിയേഷൻ, കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളെ JCIക്കാരോട് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മള് നിരന്തരം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ എൻ്റെ സന്തോഷ് ഭായിയൊക്കെ ഈ അവസരത്തിൽ ഓർമ്മിക്കുക. കാരണം ഞങ്ങളൊക്കെ തിരക്കുകൾ കാരണം, ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകൾ കാരണമൊക്കെ ഒന്ന് ഡൗൺ ആവുന്ന സമയത്ത് സന്തോഷി ഉണ്ടാവും ഞങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ. അതുപോലെ ഞങ്ങളുടെ അനീസ് സാറ്, ഒരുപാട് ആളുകൾ ഗിവേഴ്സ് ആണ് അവർ. സന്തോഷിയൊക്കെ നിലമ്പൂരിലൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ പാണ്ടിക്കാട് റോയൽസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, ട്രെയിനിങ് രംഗത്തും ഒക്കെ ഹാറ്റ്സ് ഓഫ് യു സന്തോഷ്. മറ്റൊന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്, ഏറ്റവും വിലയേറിയ, നമ്മുടെ കയ്യിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സമയമാണ്. കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ വ്യക്തിയെ അറിയാവോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുമോ? നർഗീസ് അല്ലേ അവര്? യെസ്, നർഗീസ് ബീഗം. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകയാണ്. കൈരളി TV നൽകുന്ന ഒരു പ്രത്യേക പുരസ്കാരം നർഗീസ് ബീഗത്തിന് ലഭിക്കുകയുണ്ടായി. ആ ഒരു ചടങ്ങിൽ മമ്മൂട്ടി പറഞ്ഞ കുറേ വാക്കുകൾ അവരെക്കുറിച്ച് ഇപ്പോഴും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. നർഗീസ് ബീഗത്തിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങള് 2019 പ്രളയകാലത്ത് അവരുടെ കൂടെ ഒരു യാത്ര പോയി നിലമ്പൂരിലെ ആദിവാസി കോളനിയിലേക്ക്. അപ്പോഴാണ് എത്രമാത്രം അവര്, നമ്മളെ കാണൊക്കെ സാധാരണയായിട്ട് ഒരു അന്ന് ഫാത്തിമ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണ്, ഇപ്പോഴും അവിടെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അവര് വളരെ പാവപ്പെട്ട ഒരു ഫാമിലി എന്നാണ്. അവരെ ഈ പ്രവർത്തനം കാരണം അവരുടെ ഭർത്താവൊക്കെ ഉപേക്ഷിച്ച് പോയി, 3 മക്കളെയും കൊണ്ട് അവരെങ്ങനെ ജീവിക്കാം. അതിനിടക്ക് ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാൻ ഇടയ്ക്ക് കോയമ്പത്തൂരിലേക്കൊക്കെ ഈ നട്ടെല്ലൊക്കെ പൊട്ടിയിട്ട് തളർന്നു കിടക്കുന്ന ആൾക്കാരെയും കൊണ്ട് അവർ ജീപ്പിലൊക്കെ പോകും. ആരെങ്കിലും അവരെ എങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കും. നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അതിന് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇത് അറിയാം, ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ. പത്മശ്രീ KV റാബിയ, വെള്ളിനക്കാടിന്റെ വെള്ളി നക്ഷത്രം എന്നറിയപ്പെടുന്ന ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അരക്ക് താഴെ തളർന്നുകൊണ്ട് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ സാക്ഷരതാ പ്രസ്ഥാനം കേരളത്തിൽ കടന്നു വന്നപ്പോൾ ചലനം എന്ന സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ അവരുടെ നാട്ടിൽ വലിയ വെളിച്ചം നൽകിയ മഹത്തായ ഒരു കർമ്മനിരതയായ KV റാബിയ. രാജ്യം 2022 അവരെ പത്മശ്രീ നൽകി ആദരിച്ചു. ഇത് തമിഴ്നാട്ടിലുള്ള മണിമാർ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന കൊൽക്കത്തയിലെ മദർ തെരേസയുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഒരുപാട് ആളുകളെ, പാവപ്പെട്ട കുഷ്ഠരോഗികളെ സഹായിച്ച് ഇന്ന് ലോകം അറിയപ്പെടുന്ന മണിമാര്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും എന്താ കൊടുക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ പെടുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം മിക്കവാറും നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചിട്ടുക. ഒന്ന് ക്ഷമിച്ചുകൊണ്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു കനം കൊടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്നത് ഒരു കനമാണ്. കനമേതുമില്ലാതെ എന്ന് പറയുന്ന ഫാദർ തോമസ് കട്ടിക്കാടിന്റെ ഒരു പുസ്തകമുണ്ട്. സന്തോഷിയാണ് എനിക്കത് പരിചയപ്പെടുത്തിയത്. ആളുകൾ എപ്പോഴും നമ്മുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? 94
ഫ്രാൻസും ഇറ്റലിയും തമ്മിലുള്ള കളിക്കിടയിൽ ഒരു സെക്കൻഡിൽ സിനദിൻ സിദാൻ എന്ന് പറയുന്ന ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ പിടിവിട്ടുപോയി. അതോടുകൂടി അവരുടെ വേൾഡ് കപ്പ് എന്ന സ്വപ്നം പോലും തകർന്ന് തരിപ്പിടണം. ഇതാണ് നമ്മളൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലമാണ് നമുക്ക് കിട്ടുക. ഈ അടുത്ത് ഹിറ്റായ ഒരു പാട്ട്, ഉദപ്പിട്ടു മൂടൂ ഖദീജ ചേത്തൊന്നണക്കൂ ഖദീജ. പ്രവാചകത്വം കിട്ടുന്ന സമയത്ത് അതിൽ തന്നെ പറയുന്നുണ്ട്, ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നാമം അലമിൽ തെളിഞ്ഞ്. പ്രവാചകത്തിൽ ലഭിക്കുക. ആ സമയത്ത് വിറക്കുകയാണ്. ആ സമയത്ത് സ്വന്തം ഭാര്യയോട് പറയാ, ഉദപ്പിട്ട് മൂടൂ ഖദീജ ചേത്തൊന്നണക്കൂ ഖദീജ. നമ്മളുടെ സപ്പോർട്ട് ആവശ്യമുള്ള ആളുകളുണ്ട്. ആ ആളുകള് ഒരു ഉപാധിയില്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളത്. നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് എന്താ? ഗോസിപ്പുകൾ, അല്ലെ? മറ്റുള്ളവരെ കുറിച്ചുള്ള ഗോസിപ്പുകൾ. ഒരാളെ കാണുന്ന സമയത്ത് നീ ഭയങ്കര തടിയാണല്ലോ, നമ്മൾ കൊടുക്കാം. ആ സമയത്ത് ആകെ ഡള്ളായി. വെറുതെ ഒരു ആവശ്യമില്ല. അയാൾക്കറിയാം അയാൾ തടിയുള്ള ആളാണ്. അതുകൊണ്ട് നമ്മളെ വാക്കുകൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടും. നോക്കി, ഈ ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് അറിയാം, അല്ലേ? ഓർമ്മയുണ്ടോ? പത്മശ്രീ MA യൂസഫ് അലി, അദ്ദേഹം സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ കൊച്ചിയില് ഒരു ചെളിയിലേക്ക് വീണ് കിടക്കുക. MA യൂസഫ് അലിനെ കുറിച്ച് നമുക്ക് അറിയാം, അല്ലെ? അദ്ദേഹം സമ്പാദിക്കുക തന്നെ ഒരു പക്ഷേ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത്രയും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വളരെ നല്ല ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹം കടന്നു വന്ന പാതയൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. ഈ ഒരു ഇൻസിഡന്റിൽ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയത് അദ്ദേഹത്തിന്റെ ജീവിതമാണ്. അതിലൊരു ഫാമിലി ഉണ്ടായിരുന്നു, മനോജും ജിനിയും. ആ സമയത്ത് ആദ്യമായിട്ട് ആ സ്പോട്ടിലേക്ക് എത്തി. യൂസഫ് അലി ആണോന്നൊന്നും അറിയില്ല. ഹെലികോപ്റ്ററിന്റെ ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അവിടെ ചെന്ന് ഈ യൂസഫ് അലി എന്ന് പറയുന്ന യൂസഫ് അലി ആണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല, രാജേഷിന് അറിയില്ല. രാജേഷ് വന്ന് ഇദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച്, പിന്നീട് അതെല്ലാം കഴിഞ്ഞ് യൂസഫ് അലി ഒരു ദിവസം അവരുടെ വീട്ടിലെത്തിയ ഈ കാഴ്ചയാണ്. യൂസഫ് അലി കൊടുക്കുന്നുണ്ട്. അതിന് അദ്ദേഹം ഒരുപക്ഷെ ദൈവം കൊടുത്ത ഒരു സമ്മാനമായിരിക്കും, തിരിച്ച് കൊടുത്ത ഒരു സമ്മാനമായിരിക്കും അത്, ആ രക്ഷപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ്. കിട്ടുക എന്നുള്ളതിലുപരി നമ്മുടെ കയ്യിലുള്ള എല്ലാം കൊടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാവും, അത് കെട്ടിപ്പിടിച്ച് ആർക്കും കൊടുക്കാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മളെ ഓർക്കാൻ ഒരാളുണ്ടാവില്ല, നമുക്ക് വേണ്ടി കരയാൻ ആരും ഉണ്ടാവില്ല. ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന റോബിൻ ശർമ്മയുടെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നുണ്ട്, നമ്മൾ എത്രമാത്രം ഈ ലോകത്ത് സ്വാധീനം ചെലുത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ മരിക്കുമ്പോൾ എത്ര പേര് നമ്മുടെ കൂടെ ഉണ്ടാകും, നമുക്ക് വേണ്ടി കരയാനുണ്ടാകും എന്നാണ്. ഒരു ചെറിയ സ്റ്റോറി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു രാജാവും മന്ത്രിയും അവരുടെ കൃഷിസ്ഥലത്തൂടെ ഇങ്ങനെ നടന്നുപോയിരുന്നു. ആ സമയത്ത് ഒരു ഫാമിലി അവിടെ വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്തിട്ട്. അപ്പൊ രാജാവ് മന്ത്രിനോട് ചോദിച്ചു, ഈ ഫാമിലി ഭയങ്കര ഹാപ്പിയാണല്ലോ, എന്താ അതിന്റെ കാരണം? മന്ത്രി പറഞ്ഞു, അവർ 99 ക്ലബിൽ അംഗമല്ല. എന്ത് 99 ക്ലബ്? അതെ. മന്ത്രി ചോദിച്ചു, എനിക്കൊരു 99 സ്വർണ്ണ നാണയങ്ങൾ വേണം. അങ്ങനെ രാജാവ് 99 സ്വർണ്ണ നാണയങ്ങൾ സംഘടിപ്പിച്ച് മന്ത്രിയുടെ കൈവശം കൊടുത്തു. മന്ത്രി അത് കൊണ്ടുപോയിട്ട് ഈ ഫാമിലിയുടെ
അവരുടെ ഗൃഹനാഥൻ കുടുംബനാഥന്റെ കയ്യിൽ കൊടുക്കുക. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കുടുംബനാഥൻ വീട്ടിലേക്ക് പോയി. അവരെല്ലാവരും കൂടി ആ സ്വർണ്ണ നാണയം എണ്ണുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് 99 സ്വർണ്ണ നാണയം, 100 എണ്ണമില്ല. അപ്പോ ഈ വൃദ്ധൻ ആലോചിക്കുകയാണ്, അവരോട് പറയാണ്, ആ മന്ത്രിക്ക് എന്താ, അല്ലെങ്കിൽ രാജാവിന് എന്താ എനിക്ക് 100 എണ്ണം തന്നില്ലേ, തന്നുകൂടായിരുന്നു. അന്ന് മുതൽ ഈ 100 എണ്ണം തികക്കാനുള്ള കഷ്ടപ്പാടിലായിരുന്നു. ഇതിങ്ങനെ എല്ലാ ദിവസവും എണ്ണി നോക്കും, ഇത് ശരി തന്നെയല്ലേ, 100 എണ്ണം ഉണ്ടോ? എൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം 2 സ്വർണ്ണ നാണയം ഭാര്യ എടുത്തു കൊണ്ടുപോയിട്ട്, ഇനിയിപ്പോ എന്താ ഇത് എണ്ണിട്ട് കാര്യം, സ്ത്രീകളങ്ങനെയുള്ളൂ, അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു. അവർ പോയിട്ട് അത് ഷോപ്പിംഗ് നടത്തി അത് വെച്ചിട്ട്. പിന്നെ ഈ ഗൃഹനാഥൻ സ്വർണ്ണ നാണയം എണ്ണി നോക്കുമ്പോൾ വീണ്ടും 2 എണ്ണത്തിന്റെ കുറവ്. കുറെ നാളുകൾക്ക് ശേഷം ഈ പാടത്തുകൂടെ, കൃഷിസ്ഥലത്തുകൂടെ രാജാവും മന്ത്രിയും നടക്കുന്ന സമയത്ത് ഈ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ പരസ്പരം വഴക്കുകൂടുക. അത് നീ എടുത്ത, എവിടെ എൻ്റെ സ്വർണ്ണ നാണയം എന്നൊക്കെ പറഞ്ഞു. അപ്പോ മന്ത്രി രാജാവിനോട് പറയാ, അവരിപ്പോ 99 ക്ലബില് അംഗമാണ്. നമ്മൾ എന്തുണ്ട് എന്ന് ആലോചിക്കാതെ, നമുക്ക് എന്തില്ല എന്ന് ആലോചിച്ച് അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിത്തീരും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി. ഈ ചുരുങ്ങിയ സമയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. 2-3 പേർക്ക് ഫീഡ്ബാക്ക് പറയാം. പറയൂ. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി സെഷൻ. താങ്ക് യു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അധികം ബഹളങ്ങളില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങള് സൂപ്പർ ആയിട്ട് പറഞ്ഞു. കവിതകളും പാട്ടും ഒക്കെ അടിപൊളി. താങ്ക് യു രമ്യ ടീച്ചറെ. താങ്ക് യു. വളരെ മനോഹരമായിരുന്നു സർ, സുബൈ സർ. സെഷൻ വളരെ മനോഹരമായിരുന്നു പറഞ്ഞാല് പാട്ടുകൾ ഒരു ഭാഗത്ത് നമ്മള് നൊസ്റ്റാൾജി കീപ്പ് ചെയ്യുന്ന പാട്ടാണ് ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത്. അത് 1000 പാദസരങ്ങൾ കിലുക്കി, അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഉള്ള പാദസരങ്ങള് കിലുങ്ങാത്തവരായിട്ട് ആരും തന്നെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കാൻ വഴിയില്ല. മറ്റൊന്ന്, നമുക്കൊരു നദിയായിട്ട്, ഒരു പുഴയായിട്ട് ഒഴുകാം. എല്ലാം നമ്മളിൽ അടിഞ്ഞുകൂടുന്ന നെഗറ്റീവ്സ് എല്ലാം നമുക്ക് നമ്മളെ താഴെ തന്നെ നിർത്തിക്കൊണ്ട്, നമ്മളെ ഹൃദയത്തിനകത്ത് നിർത്തിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല നന്മ നമുക്ക് മറ്റുള്ളവർക്ക് എല്ലാം കൊടുത്തുകൊണ്ട് ഒരു നദിയായിട്ട് ഒഴുകാം എന്ന് വളരെ മനോഹരമായി പറഞ്ഞു തന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. സിറിലാണ്, ശ്രീകൃഷ്ണപുരം. സിറിൽജി, താങ്ക് യു. വളരെ ഗംഭീരായിരുന്നു. കുറെ വിഷയങ്ങളെ കുറിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു തന്ന സുബൈ സാറിന് ഒരു വലിയ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. സാർ, ബൈജു JCA കർക്കടമെന്ന്. ബൈജു സാർ പറയൂ. സാർ എന്താ വെച്ചാല് പിന്നെ അവതരണാണ് സാറിന്റെ ഒരു വെറൈറ്റി ആക്കിയത്. കാരണം ഏതൊരാളും ഇങ്ങനെ എന്താ പറയാ ഹൈ പിച്ചിലല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു വിഷയം ഇങ്ങനെ തന്നെയാണ് ശരിക്കും അവതരിപ്പിക്കേണ്ടത്. എല്ലാവരും കേട്ടു, ഒപ്പം നമ്മളെയൊക്കെ ഒന്ന് ചിന്തിപ്പിച്ചു. അതായത് പലപ്പോഴും നമ്മളൊക്കെ ഈ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ കൊടുക്കുക എന്നതിനപ്പുറത്ത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് ഗിവേഴ്സ് ആകുക എന്നുള്ള ആ ഒരു ഇത് തീർച്ചയായിട്ടും വളരെയധികം മനോഹരമായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. നേരിലുണ്ടോ? നമ്മൾ ക്ലോസ് ചെയ്യാണ്. നല്ലൊരു സെഷൻ ആയിരുന്നു നമുക്ക് ഇപ്പൊ ഇന്ന് ലഭിച്ചത്.
നമ്മൾ ഉപാധികളില്ലാതെ കൊടുക്കുക, ഏറ്റവും ചുരുങ്ങിയത് നല്ല പുഞ്ചിരിയെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു നല്ല സെഷനിൽ കൂടെയാണ് നമ്മൾ ഇത് പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത്. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ജെസ്സി അസ്ലം മംഗലം. നമസ്കാരം. വളരെ മനോഹരമായൊരു സെഷൻ. ഈ സെഷന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഓരോ ദിവസവും രാവിലെ നല്ല ചാർജോടുകൂടി എഴുന്നേൽക്കുന്ന ഒരു സമയമാണ് ഈ മോർണിംഗ്. അത് വളരെ നല്ല കണ്ടന്റ് ആയിട്ട് ഇത്തരം ഒരു പ്രോഗ്രാം തന്നെ അവതരിപ്പിച്ച നമ്മുടെ സോൺ 28ന്റെ എല്ലാ ഒഫീഷ്യൽസിനും ആദ്യം ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഇന്നത്തെ ക്ലാസ് വളരെ ലൈറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത നമ്മുടെ ട്രെയിനർ സുബൈർ മാഷിനും ഇതിന്റെ എല്ലാ ഒഫീഷ്യൽസിനും JCA നിലമ്പൂരിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. The morning drive of 28 is hereby adjourned.